അങ്ങനെ അവസാനം അക്കാര്യത്തിൽ വേറെ പ്രതീക്ഷയൊന്നും വേണ്ട. വിഴിഞ്ഞത്ത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ലോൺ തന്നെ, അത് പലിശ സഹിതം ലാഭവിഹിതം സഹിതം തിരിച്ച് 10,000-12,000 കോടി രൂപയായിട്ട് അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ കേന്ദ്രം തരുന്ന, ഇതുവരെ തന്നിട്ടില്ല, തരാൻ പോകുന്നുള്ളൂ, തരുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായ 817,80,00,000 രൂപ ലോണായിട്ട് തന്നെ തിരിച്ചടക്കേണ്ടി വരും. ഇനി കേരളത്തിന് മുന്നിലുള്ള വഴി എന്താണ്? ഒന്നുകിൽ ഈ VGF വേണ്ടെന്ന് വെക്കുക, കേന്ദ്രത്തിൻ്റെ VGF വേണ്ടെന്ന് വെക്കുക. തുറമുഖ നിർമ്മാണത്തിന് മറ്റ് കണ്ടീഷൻസ് യാഥാർത്ഥ്യമാക്കാൻ വേറെ ഉറവിടങ്ങൾ കണ്ടെത്തുക. അത് കിഫ്ബിയോ അല്ലെങ്കിൽ നബാർഡോ അല്ലെങ്കിൽ വേറെ മാർഗം കണ്ടെത്തുക. അപ്പോൾ ഒന്നുകിൽ അത് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ കേന്ദ്രം പറയുന്ന വ്യവസ്ഥ അനുസരിച്ച് സ്വീകരിക്കുക. അപ്പോൾ എന്തായാലും വിഴിഞ്ഞം കേരള തീരത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം യാഥാർത്ഥ്യമായി. അതിൽ നമുക്ക് സന്തോഷിക്കാം. ഈ ബാക്കി കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കട്ടെ. അടുത്ത 3 ഘട്ടങ്ങളിലൂടെ വിഴിഞ്ഞത്തിൻ്റെ നിർമ്മാണം അദാനി കമ്പനി പൂർത്തിയാക്കട്ടെ. കേരളത്തിനായുള്ള ഫണ്ട് സ്വരൂപിക്കാൻ കഴിയട്ടെ, അദാനിക്ക് കൊടുക്കാനുള്ള ഇടപാടുകൾ സംബന്ധിച്ച്. ഇപ്പോൾ വിഴിഞ്ഞത്തെ പറ്റി പറഞ്ഞു വന്ന അവസാനം വീണ്ടും അടുത്ത ചോദ്യം വന്നിരിക്കുന്ന പൂവാർ എപ്പോൾ റെഡിയാവും? പൂവാർ കപ്പൽ നിർമ്മാണശാല. കുറേ നാളായിട്ട് എയറിൽ ഇങ്ങനെ കേൾക്കുന്ന പേരാണ് പൂവാർ. പൂവാർ എങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ? ഇപ്പം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും കല്ലുകടികൾ ഉണ്ടായി, ആ പ്രോജക്റ്റ് യാഥാർത്ഥ്യമായി എങ്കിലും കേന്ദ്രവുമായിട്ട് പൂവാറിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ഇനി സംഭവിക്കും എന്നത് മറ്റൊരു വിഷയമാണ്. പൂവാർ യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്രം കേരളത്തിന് കത്തയച്ചിരുന്നു. അത് വളരെ മുമ്പാണ്, 2011 കത്തയച്ചു. അതിന് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ 2016 വരെ ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നീട് പിണറായി 1ാം സർക്കാർ വന്നു. അപ്പോൾ പിണറായി സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പിട്ട കരാർ പ്രകാരം വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാക്കുക. അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. അത് ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഇതുവരെ ഈ നിലയിലെത്തി. 1ാം ഘട്ടം നമ്മൾ സത്യമാക്കി, യാഥാർത്ഥ്യമാക്കി, സാക്ഷാത്കരിച്ചു. അപ്പോൾ അതിൻ്റെ തിരക്കിൽ പൂവാർ വീണ്ടും പെൻഡിങ്ങിലായി എന്ന് നമുക്ക് അനുമാനിക്കാം. ഇനി പൂവാർ ഫയൽ തപ്പിയെടുക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? വേറെ വഴിയൊന്നുമില്ല. കേന്ദ്രവും സംസ്ഥാനവും സഹകരിക്കുക. എന്തുകൊണ്ട് ഏറ്റെടുക്കാൻ വൈകുന്നു, അല്ലെങ്കിൽ തിരിച്ച് പ്രപ്പോസൽ കൊടുക്കാൻ കേരളം വൈകുന്നു എന്നുള്ളത് കേരള സർക്കാർ വൈകാതെ അതിനകത്തൊരു നിലപാടെടുക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. വിഴിഞ്ഞത്തിൻ്റെ തുറമുഖ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ അതിനു മുമ്പായിട്ട് പൂവാറിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകും, സർക്കാർ നിലപാട് വ്യക്തമാകും എന്ന് നമുക്ക് കരുതാം. ഇനി ഇതിൽ അനുകൂല ഘടകങ്ങൾ, പ്രതികൂല ഘടകങ്ങൾ, നമ്മളത് രണ്ടും കാണുക. അനുകൂല ഘടകം നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച മാരിടൈം ഇന്ത്യ വിഷൻ MIV 2010 തയ്യാറാക്കിയ ഡോക്യുമെന്റ്. മാരിടൈം ഇന്ത്യ വിഷൻ പ്രകാരം അടുത്ത 10 വർഷം, അതായത് 2020 മുതൽ 2020 തയ്യാറാക്കിയ ഡോക്യുമെന്റ് പ്രകാരം 2020 മുതൽ 30 വരെ 10 വർഷം, ഒരു ദശകത്തിൽ ഇതുവരെ മാരിടൈം ലോകത്ത്, ബ്ലൂ എക്കോണമി എന്ന് പറയുന്ന മാരിടൈം ലോകത്ത് വലിയൊരു വൻശക്തിയൊന്നും ആകാൻ കഴിയാത്ത, ആദ്യ 10 പോലും എത്താൻ കഴിയാത്ത ഒരു വലിയ രാജ്യമായ ഇന്ത്യ അതിൽ തിരിച്ചടി നേരിട്ടു. ചൈനയെ, കൊറിയയെ, സൗത്ത് കൊറിയ, ജപ്പാൻ തുടങ്ങിയ മാരിടൈം ശക്തികളോട് ഏറ്റുമുട്ടാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അത് മറികടക്കാൻ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വിഷൻ ഡോക്യുമെൻ്റാണ് MIE 2030. ഇത് പ്രകാരം രാജ്യത്തിൻ്റെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖങ്ങൾ, കണ്ടെയ്നർ തുറമുഖങ്ങൾ, അതിൻ്റെ എണ്ണം കൂട്ടുക, വികസിപ്പിക്കുക. നിലവിലുള്ള തുറമുഖങ്ങൾ പരമാവധി ലാർജ് വെസൽസ്, മദർഷിപ്പുകൾ വരാവുന്ന രൂപത്തിൽ മാറ്റാൻ പറ്റുന്നവയെ മാറ്റുക. അതിന് കോടികൾ മുടക്കി നവീകരിക്കുക. അത് പറ്റാത്തിടത്ത് പുതിയ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടുകൾ കൊണ്ടുവരിക. അന്തമാൻ, അതുപോലെ ഒഡീഷ തീരത്ത്, മഹാരാഷ്ട്ര തീരത്ത്, കേരളത്തിൻ്റെ വിഴിഞ്ഞം എന്നിങ്ങനെ പല പ്രപ്പോസലുകൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. 5 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കത്തെഴുതി ഇക്കാര്യത്തിൽ. ഗുജറാത്ത്, മഹാരാഷ്ട്ര, കേരളം, ആന്ധ്ര, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾ കത്തെഴുതി
തമിഴ്നാട് ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങൾ അതിനോട് പ്രതികരിച്ചു. കേരളം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവട്ടെ. ഇപ്പം BGF തീരുമാനം വന്നു, അതിൽ ലോണായി എന്ന് പറഞ്ഞ പോലെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടനം കൂടെ കഴിയട്ടെ, അപ്പോഴത്തേക്കും വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ അപ്പുറത്ത് പൂവാറിന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വിഴിഞ്ഞം ഓപ്പറേഷൻ തുടങ്ങിയെങ്കിലും രാജ്യത്തേക്ക് വരുന്ന കണ്ടെയ്നറുകളിൽ 75% ഇപ്പോഴും 75% വരെ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്താണ്. ഇപ്പം വിഴിഞ്ഞത്തേക്ക് വരാൻ തുടങ്ങി കൂടുതലായിട്ട്. പക്ഷേ നിലവിൽ ഇപ്പോഴും 70-75% വരെ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയിലേക്ക് വരുന്ന കണ്ടെയ്നറുകൾ, ഇന്ത്യയിലേക്ക് ആവശ്യമുള്ള കണ്ടെയ്നറുകൾ അത് കൊളംബോയിലും സിംഗപ്പൂരിലും തുറമുഖങ്ങളിലാണ്. അത് മാറ്റിയെടുക്കാനാണ് ഈ മാരിടൈം ഇന്ത്യ വിഷൻ 2030 ഇതെല്ലാം വിഭാവനം ചെയ്യുന്നത്. ഇതൊക്കെ നടന്നാൽ കൊള്ളാം. നടക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ ടൈം ബൗണ്ടായിട്ട്, സമയബന്ധിതമായിട്ട് ഇക്കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ പൂവാറും അതോടൊപ്പം ഒരു വലിയ പ്രൊജക്റ്റായിട്ട് വരേണ്ടതുണ്ട്. കാരണം പൂവാറിൻ്റെ അനുകൂല ഘടകങ്ങളെല്ലാം നമുക്കറിയാം. ചില ഇടങ്ങളിൽ പൂവാറ് 30 മീറ്റർ വരെ ആഴമുണ്ട്, സ്വാഭാവിക ആഴം. 18-20 മീറ്റർ മുതൽ 30 മീറ്റർ വരെ കടൽ തീരത്ത് കടലിന് ആഴമുള്ള അനുകൂല ഘടകം അവിടെയുണ്ട്. പിന്നെ വിഴിഞ്ഞത്തിനടുത്ത് കിടക്കുന്നു. ഇന്റർനാഷണൽ കപ്പൽശാലിന്, മാരിടൈം കപ്പൽശാലിന് റൂട്ടിന് സമീപം കിടക്കുന്നു. അങ്ങനെ ഒട്ടേറെ അഡ്വാൻറ്റേജ്. പിന്നെ ഭൂമി ഏറ്റെടുക്കാൻ കുറെ കൂടെ വിഴിഞ്ഞത്തേക്കാൾ എളുപ്പമാണ്. ഓൾറെഡി അവിടെ സർക്കാരിന് ഉടമസ്ഥതയിൽ അല്ലാതുമായിട്ട് 1000 ഏക്കറുള്ള ഭൂമി വേഗത്തിൽ ഏറ്റെടുക്കാൻ കഴിയും ഈ പ്രോജക്റ്റിന്. അപ്പോൾ കുടിയൊഴിപ്പിക്കൽ അധികം വരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള അനുകൂല ഘടകങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ വിഴിഞ്ഞത്തിൻ്റെ അനുഭവം വെച്ചിട്ട് കേന്ദ്രവും കേരളവും സഹകരിക്കാതെ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ല. അപ്പോൾ ഇതിൻ്റെ ചരിത്രം കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. എന്താണ് പൂവാറിൽ സംഭവിച്ചത്? 2008 ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത്. പൂവാറിൽ കപ്പൽ നിർമ്മാണശാല വേണം, അനുകൂല കാര്യമാണ്, ഘടകങ്ങൾ ഉണ്ട്, സാഹചര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് 2008 അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ട് മുംബൈ തുറമുഖത്തിന് അതിൻ്റെ ഒരു പഠനം നടത്താൻ ഒരു നോഡൽ ഏജൻസിയാക്കി അന്ന് നിയോഗിച്ചു. അവർ ഒരു പഠനം നടത്തി. പക്ഷേ കാര്യമായിട്ടൊന്നും മുന്നോട്ട് പോയില്ല. പിന്നീട് 2011 ആഗസ്റ്റിൽ കേരള സർക്കാരിന് കത്തെഴുതി. അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അതായത് കേരളത്തിലൊരു മേജർ കപ്പൽ നിർമ്മാണശാല നിർമ്മിക്കാനുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ കഴിയുമോ എന്ന് സർക്കാർ നോക്കുക. അങ്ങനെ ഉമ്മൻചാണ്ടി സർക്കാർ ആ ഫയൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന് കൈമാറി. പോർട്ട് ട്രസ്റ്റ് അതിനെപ്പറ്റി പഠനം നടത്താൻ തീരുമാനിച്ചു നിർദ്ദേശപ്രകാരം. അങ്ങനെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് 2011 ഒക്ടോബറിൽ അവർക്ക് അതിനെ ചുമതല കൊടുക്കുന്നു. ഇതിനെപ്പറ്റി പഠിച്ചിട്ട് ലൊക്കേഷൻ നിർദ്ദേശിക്കുക. അങ്ങനെ കൊച്ചിൻ ഷിപ്പ് യാർഡ് 2011 തന്നെ ഏറ്റവും അനുകൂല ഘടകങ്ങളുള്ള ഷിപ്പ് ബിൽഡിങ്ങിന്, കപ്പൽ നിർമ്മാണശാലയ്ക്ക് ഏറ്റവും അനുകൂല ഘടകങ്ങളുള്ള സ്ഥലം വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം പൂവാർ. അത് വിഴിഞ്ഞം തുറമുഖം വന്നിട്ടില്ല. അപ്പോൾ വിഴിഞ്ഞം പൂവാർ മേഖലയാണ് എന്നുള്ള റിപ്പോർട്ടാണ് കൊച്ചിൻ ഷിപ്പ് യാർഡ് കേരള സർക്കാരിന് നൽകുന്നത്. പക്ഷേ ഈ ഫയലിന്മേൽ ഉമ്മൻചാണ്ടി സർക്കാർ അടയിരുന്നു. കാര്യമായിട്ടൊരു നീക്കങ്ങളും ഉണ്ടായില്ല. പക്ഷേ ഇതിനിടയ്ക്ക് 2 തവണ കേരളത്തിൻ്റെ ചുമതലയുള്ള ഇവിടുത്തെ പോർട്ട് സെക്രട്ടറി, ഡയറക്ടർ ഓഫ് പോർട്ട്സ് കേരളം, 2014 ഉമ്മൻചാണ്ടി സർക്കാർ പുറത്തു പോകുന്നതിന് മുമ്പ് 2014 കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോർട്ട്സിൻ്റെ പോർട്ട് ഡയറക്ടർ ജേക്കബ് തോമസ്, അതേപോലെ അതിന് പിന്നാലെ വന്ന പോർട്ടിൻ്റെ ഡയറക്ടർ PI ഷെയ്ഖ് ഫരീദ് തുടങ്ങിയവർ റിമൈൻഡർ ലെറ്റർ സർക്കാരിൻ്റെ കൊടുത്തു. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ കൊച്ചിൻ ഷിപ്പ് യാർഡ് തയ്യാറാക്കി, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ലേ കേരള സർക്കാർ എന്ന് പറഞ്ഞ് റിമൈനിങ് ലെറ്റർ കൊടുത്തെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കങ്ങളും ഉണ്ടായില്ല. അതിന് കാരണം എന്താണെന്ന് അന്നത്തെ ഗവൺമെന്റിന്റെ ചുമതല വഹിച്ചിരുന്നവർ, ഉമ്മൻചാണ്ടി ഇപ്പോഴില്ല, ആരാണെന്ന് വെച്ചാൽ അവരാണത് വ്യക്തമാക്കേണ്ടത്. പിന്നെ അന്ന് തന്നെ ആ മന്ത്രി അതിലെ നിയമസഭയിൽ അന്നത്തെ തുറമുഖ മന്ത്രി കെ ബാബു, ഉമ്മൻചാണ്ടി ഗവൺമെന്റിലെ തുറമുഖ മന്ത്രി കെ ബാബു ഇത് സംബന്ധിച്ച് നിയമസഭയിൽ പറഞ്ഞൊരു കാര്യം, ഇത് 2015 സർക്കാർ പുറത്തു പോകുന്നതിന് മുമ്പ് 2015 അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രി കെ ബാബു പറഞ്ഞത് പരിഗണിക്കും എന്ന് പറഞ്ഞു. പക്ഷേ പരിഗണിക്കൽ ഉണ്ടായില്ല. എന്തോ കാരണങ്ങളാൽ അത് വീണ്ടും നീണ്ടുപോയി. അതിനുശേഷം പിണറായി സർക്കാർ വന്നിട്ട് പിന്നെ എന്തൊക്കെയാണ് നടത്തിയെന്ന് നമുക്കറിയാം. പിണറായി സർക്കാരും പൂവാറിന്റെ കാര്യത്തിൽ എടുത്തു ചാടി ഒരു മുൻകൈ എടുക്കാതിരുന്നത് വിഴിഞ്ഞം അതിൽ ഒരു പ്രധാന ഘടകമാണെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു.
വിഴിഞ്ഞം പൂർത്തിയാകുമ്പോൾ വിഴിഞ്ഞത്തിൻ്റെ അനുബന്ധമായിട്ട് മറ്റു കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. അപ്പോൾ പൂവാറിൻ്റെ കാര്യം പരിഗണിക്കാം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഒരു സ്മാർട്ട് തുറമുഖമായിട്ട് വിഴിഞ്ഞം മാറുമ്പോൾ അതിനോട് ചേർന്ന് കപ്പൽ നിർമ്മാണശാലയും നാളെ ഒരു യാഥാർത്ഥ്യമാകേണ്ടതാണ്. ഒരു ഗ്രീൻഫീൽഡ് തുറമുഖത്തിനടുത്ത് ഒരു ഗ്രീൻഫീൽഡ് ഷിപ്പ് യാർഡ്, അതൊരു മനോഹര സ്വപ്നമാണ് വിഴിഞ്ഞം പൂവാർ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പണം ഒരു പ്രധാന ഘടകമാണ്. ഒരു കപ്പൽ നിർമ്മാണശാല യാഥാർത്ഥ്യമാകണമെങ്കിൽ, നിർമ്മിച്ചെടുക്കണമെങ്കിൽ എത്രയോ വലിയൊരു തുക മുതൽ മുടക്ക് നിക്ഷേപം വേണ്ടി വരും. അത് പൊതുമേഖലയിൽ തനിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ വലിയ സംശയമുള്ള കാര്യമാണ്. ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ മിഷൻ ഇന്ത്യ, മാരിടൈം ഇന്ത്യ വിഷൻ 2030 പറയുന്ന ഒരു കാര്യം എന്താണ്? അതിലുള്ള ഒരു പോയിന്റ്, FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് 100% അതിൽ അനുവദിച്ചിട്ടുണ്ട്. പിന്നെ 10 വർഷം ടാക്സ് ഹോളിഡേയ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, കപ്പൽ നിർമ്മാണ രംഗത്ത് ലോകത്തെ പ്രധാന ശക്തികളായ 3-4 രാജ്യങ്ങൾ, അത് ചൈന, സൗത്ത് കൊറിയ, ജപ്പാൻ, ഗ്രീസ് തുടങ്ങിയവയാണ്. അപ്പോൾ ഈ രാജ്യങ്ങളിലെ വമ്പൻ കമ്പനികളാവണം ഈ പറയുന്ന FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ ഈ ടാക്സ് ഹോളിഡേ 10 വർഷവും അനുകൂല സാഹചര്യങ്ങൾ കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ, നിക്ഷേപിക്കാൻ വരിക. കൊറിയൻ കമ്പനിയാവാം. ഇപ്പം ചൈനീസ് കമ്പനി വരുന്നതിനോട് ഇന്ത്യക്ക് യോജിപ്പുണ്ടാവില്ല, അതിന് പല പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്. അപ്പോൾ അത് വിടുക. അപ്പോൾ സൗത്ത് കൊറിയയിൽ നിന്ന് വരാം, ജപ്പാനിൽ നിന്ന് വരാം, അല്ലെ യൂറോപ്പ് എടുക്കുമ്പോൾ ഗ്രീസിൽ നിന്നോ ഒക്കെ, അല്ലെ നെതർലൻഡ്സിൽ നിന്നൊക്കെ വരാം. ആദ്യമായിട്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ ക്ലൈമറ്റും ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ ക്ലൈമറ്റും നിക്ഷേപ സൗഹൃദ അന്തരീക്ഷമൊക്കെ അതിനനുസരിച്ച് മാറേണ്ടതുണ്ട്, മാറി വരുന്നുണ്ട്, ഇനിയും മാറാനുമുണ്ട്. പിന്നെ രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ഷിപ്പ് യാർഡിനെ ഏൽപ്പിക്കുക എന്നുള്ളത്. കൊച്ചിൻ ഷിപ്പ് യാർഡ് പൊതുമേഖലയിലാണ്, നമുക്കറിയാം. അപ്പം കേന്ദ്രം ഡയറക്റ്റ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. പാർട്ട്ണർഷിപ്പിൽ PPP കൊറിയൻ കമ്പനിയോ ജപ്പാൻ കമ്പനിയോ അല്ലെ യൂറോപ്യൻ കമ്പനിയോ വരാം. അങ്ങനെ കൊച്ചിൻ ഷിപ്പ് യാർഡ് തന്നെ വിഴിഞ്ഞത്തിനടുത്ത് പൂവാറിലെ കപ്പൽ നിർമ്മാണശാലയുടെ നിർമ്മാണം ഏറ്റെടുക്കുക. അങ്ങനെയാകുമ്പോൾ അതിന് കേന്ദ്ര ഗവൺമെന്റിന് മുൻകൈ എടുക്കാം. കേരളത്തിന് മാത്രമല്ല, കാരണം കേരളത്തിന് മാത്രമല്ലല്ലോ ഇതിൻ്റെ ഗുണം. ഇപ്പം കപ്പൽ നിർമ്മാണശാല പൂവാർ വരുന്നത് രാജ്യത്തിനാകെ ഗുണപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് മുൻകൈ എടുക്കാം, സംസ്ഥാന സർക്കാരിന് മാത്രമല്ലല്ലോ മുൻകൈ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറന്നു കിടപ്പുണ്ട്. അത് എങ്ങനെ പ്രയോജനപ്പെടുത്തണം, അതിനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. അപ്പോൾ പൂവാറിന് വേണ്ടി നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. നരേന്ദ്രമോദി പ്രധാനമന്ത്രി വന്നിട്ട് വിഴിഞ്ഞം ഉദ്ഘാടനം ചെയ്യുമ്പോഴെങ്കിലും അതിൻ്റെ അകത്തൊരു വ്യക്തത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.